അപ്പൂൻ്റെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. ശരിക്കും എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രവാസികളുടെ ബർത്ത്ഡേ ആവട്ടെ ക്രിസ്മസ് ആവട്ടെ എല്ലാം ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ച ഏതാണോ അന്നാണ് നമ്മളെല്ലാം ഫങ്ഷൻസും സെലിബ്രേറ്റ് ചെയ്യാറ്. അല്ലാണ്ട് നമ്മൾ ആ ദിവസം തന്നെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. കാരണം നമുക്ക് ലീവൊന്നും ബർത്ത്ഡേ ആണെന്നോ ക്രിസ്മസ് ആണോ എന്നും പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസമായിരിക്കും നമ്മൾ എല്ലാ ഫങ്ഷൻസും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ അവനോട് പറഞ്ഞു, ഓക്കെ നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് അല്ല, അങ്ങനെയല്ല, നമ്മൾ ബർത്ത്ഡേ എന്നാണോ അന്ന് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ സാറ്റർഡേ ആണ് ഇങ്ങനെയൊരു കാര്യത്തിൽ തീരുമാനമാവുന്നത്. സൺഡേ ആണ് ബർത്ത്ഡേ. സാറ്റർഡേ ഈവനിങ് നമ്മൾ നമ്മുടെ തന്നെ ധാനിലുള്ള റിസ്വാനിയെ വിളിച്ചിട്ട് നമ്മൾ കേക്ക് ബുക്ക് ചെയ്ത് അത് ഒരു ബട്ടർ സ്കോച്ചും ഒരു റെഡ് വെൽവെറ്റ് കേക്കുമായിരുന്നു കേട്ടോ. അടിപൊളി കേക്കായിരുന്നു, നമുക്കൊന്നും പറയാനില്ല, സൂപ്പർ കേക്കായിരുന്നു. താങ്ക് യു സ്വീറ്റ് ബൈറ്റ്സ്. അപ്പം നമുക്ക് റീസണബിൾ പ്രൈസിൽ ആ കേക്ക് കിട്ടിയിട്ടോ. അത് മാത്രമല്ല അവർ ഷാർപ്പ് ടൈമിൽ പറഞ്ഞ സമയത്തിന് അവർ കേക്ക് കൊണ്ടു തന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് വന്നു. പിന്നെ ഡെക്കറേഷൻസ് എല്ലാം ഞാൻ തനിയെ ചെയ്തത്. അതിൻ്റേതായ കുറേ കുറവുകളുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും സ്കൂളിൽ പോയി, പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി. അപ്പോൾ പിന്നെ നമ്മൾ തനിച്ച് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ക്ലീനിങ്ങും പിന്നെ ഫുഡും ഉണ്ടാക്കലും എല്ലാം കൂടി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ആകെ മടുത്തിട്ടോ. എന്നാലും അപ്പൂൻ്റെ ഹാപ്പിയാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പൂ മാത്രമല്ല, അപ്പൂൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചാൽ അപ്പൂന് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് അപ്പൂൻ്റെയും പൊന്നൂൻ്റെയും പാറുവിൻ്റെയും ഫ്രണ്ട്സിനെ വിളിച്ചു. പ്രത്യേകിച്ച് പാറുവിൻ്റെ നിഹാരനെ വിളിച്ചില്ലെങ്കിൽ പാറു കിടന്ന് ഒച്ചെടുത്തുകളെ. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. സന്തോഷത്തോടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഇവരുടേതായ കുറേ കളികളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മളും പിള്ളേരും പിന്നെ നിഹാരയുടെ പാരൻറ്റും പാറുവിൻ്റെ പൊന്നൂൻ്റെ ബ്രിട്ടിനയുടെ പാരൻറ്റും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ 5 മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കേക്ക് കട്ടിങ് നടന്നത് 7 മണിക്കായിരുന്നു. കാരണം ഈ കുട്ടികളെ അവരുടെ പാരൻസ് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ കൊണ്ടുവന്ന് ആക്കാനായിട്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അത് അപ്പൂന് ഈ പ്രാവശ്യം മനസ്സിലായത് കൊണ്ട് അപ്പോൾ തീരുമാനിച്ചു ഇനി അടുത്ത പ്രാവശ്യത്തെ അവൻ്റെ ബർത്ത്ഡേ എന്ത് വന്നാലും ഏതെങ്കിലും വെള്ളിയാഴ്ച മാത്രം മതി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ള തീരുമാനത്തിലേക്ക് അപ്പു എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞങ്ങൾ ആദ്യം തന്നെ നിന്നോട് ഇതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവൻ ആ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇത് മറ്റവർക്കും കൂടി മനസ്സിലായത് കൊണ്ട് ഇനി പൊന്നും പാറും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരുടെ ബർത്ത്ഡേ ഇനി ഏതെങ്കിലും വെള്ളിയാഴ്ച സെലിബ്രേറ്റ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.